അയ്യോ എനിക്കൊരു നേരെ ഇരിക്കാൻ സമയമില്ല, എന്തൊക്കെ ജോലികളാണ്, ഞാനിങ്ങനെ പണിയെടുത്തു മടുത്തു എന്നൊക്കെ ചിന്തിക്കുന്നവരാണോ നിങ്ങളിൽ ആരെങ്കിലും? നമുക്ക് ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് അവർക്ക് എന്ത് സുഖം, എന്ത് പരമാനന്ദാന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഉള്ളതുപോലത്തെ സുഖം വേറെ ആർക്കും ഇല്ല. എല്ലാത്തിൻ്റെയും തുടക്കം രാവിലെ എഴുന്നേൽക്കുന്നതിൽ തന്നെയാട്ടോ. അതായത് ഒരു 8 മണിവരെ 7 മണിവരെ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ പണി തീരാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ചിന്തകളൊക്കെ ഉണ്ടാവുക. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തീരാവുന്നത് മാത്രമാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സംഘർഷങ്ങളും. സുഖമായിട്ട് ഒരു 7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം. 10 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങുക, 5 മണിക്ക് എഴുന്നേൽക്കുക. പലരും അനുഭവിച്ചറിഞ്ഞ കാര്യമായിരിക്കും. വളരെ ലേറ്റായിട്ട് ഒരു 8 മണിക്കൊക്കെ അടുക്കളയിൽ വന്നിട്ട് നമ്മൾ ചായയാക്കി ചോറാക്കി ഇങ്ങനെ സമയങ്ങൾ പോവുകയാണെങ്കിൽ 2 മണിവരെ നമ്മൾ അടുക്കളയിൽ തന്നെയായിരിക്കും. എന്നിട്ട് ചോറ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടിച്ചു വാരാനൊക്കെ പോകുന്നുണ്ടാവുക. അപ്പം നമ്മൾ 4 മണിവരെ ഓവർലോഡായിട്ടല്ലേ പണിയെടുക്കുന്നതല്ലേ. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ, അതായത് നമ്മൾ തന്നെ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്ക്, അല്ലെങ്കിൽ മാറ്റി ചെയ്ത് നോക്ക്. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ ഇതേ ജോലികൾ ചെയ്യുവാണെങ്കിൽ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കിങ്ങും ബാക്കി ഒരു 11:30 10 10:30 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലീനിങ്ങും എല്ലാം കഴിയും. ഇത് രണ്ടും അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആദ്യം മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഇനി മുതൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നുള്ള തീരുമാനം ഉണ്ടാവണം. അത് മാത്രമല്ല കേട്ടോ, നമ്മളെ ഉറക്കിൻ്റെ സുഖം എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ 7 മണിക്കൂർ ഞാൻ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ആ 5 മണിക്ക് അലാം സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അലാം അടിയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ചെയ്തിട്ട് എഴുന്നേൽക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് ഒരു കാരണവശാലും നമ്മുടെ അലാറം വെക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫാക്കിയിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ നടന്ന് പോയിട്ട് ഓഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് വെച്ച് നോക്ക്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അങ്ങ് ചാർജ് ആയിക്കോളും. ഒരു ഒച്ചയും അനക്കവും ഒന്നും ഇല്ലാതെ നമ്മുടെ മാത്രമായിട്ടുള്ള ലോകമാണ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായിട്ട് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. മുഖത്ത് എന്തെങ്കിലും ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മുടെ അടുക്കളയിലുള്ള മഞ്ഞളോ എന്തെങ്കിലും നമ്മൾ കടലപ്പൊടിയൊക്കെ എടുത്ത് മുഖത്തൊക്കെ അങ്ങ് പുരട്ടിയതിന് ശേഷം നമ്മൾ തുടങ്ങുക. പിന്നെ ഒരു കപ്പ് വെള്ളം കുടിക്കാൻ മറന്നു പോകണ്ട. ഞാൻ എൻ്റെ ഒരു ശീലക്കേടാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ ഒരു മഗ് വെള്ളം കുടിക്കും, എന്നിട്ടേ ഞാൻ തുടങ്ങൂ. രാവിലെ റേഡിയോ കേൾക്കുന്നവരോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഓണാക്കിയിട്ട് നമ്മുടെ പണി തുടങ്ങാം. പക്ഷേ ഞാനൊന്നും ചെയ്യാറില്ല. പണിയെടുക്കുന്ന സമയത്ത് വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വഴിയെ ഓരോന്നായിട്ട് ഒരുക്കി കൊടുക്കും നമ്മുടെ അടുപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സമയം പോലും സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റ് ആക്കാതെ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തീർക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഓടിപ്പിടിച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാറുള്ളത്. പക്ഷേ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. ഞാനിപ്പോൾ തലേ ദിവസം പിറ്റേ ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ചെറിയൊരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം മീൻ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇന്നലെ ഗ്രൈൻഡറിലിട്ട് അരയ്ക്കുമ്പോൾ ഇന്നത്തേക്കും കൂടെ കുറച്ച് അധികം ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇല്ലേ, അതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം വെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ അങ്ങ് ഒരിക്കൊന്നും വെക്കാറില്ല കേട്ടോ. അതായത് നമ്മൾ മീൻ മാത്രം കട്ട് ചെയ്ത് വെച്ച് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. എങ്ങനെ വന്നാലും 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്ക് എൻ്റെ പണിയൊക്കെ തീരും. സാധാരണ കുക്കറിലാണ് ചോറ് വയ്ക്കുക. അപ്പോൾ 2 കുക്കറൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവുകയും വേഗം പണി തീരും. പക്ഷേ 2 കുക്കറും കഴുകുന്നത് എനിക്ക് നല്ല മടിയുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഒറ്റ കുക്കറിലാണ് എല്ലാം ചെയ്ത് തീർക്കുക. അപ്പം ആദ്യം കുക്കറിൽ ചോറാണ് വെക്കുക. ഉച്ചക്കത്തെ കാര്യമാണ് ആദ്യം നോക്കുക. കാരണം കറിയൊക്കെ വെച്ച കുക്കറിൽ തന്നെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അത് നന്നായിട്ട് തേച്ച് കഴുകണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞ കളർ നമ്മുടെ ചോറിനുണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആദ്യം ചോറ് വെച്ചതിന് ശേഷമാണ് പിന്നെ കുക്കറിൽ കറികൾ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ ചോറിൻ്റെ അരി കുക്കറിലല്ലാതെ റൈസ് കുക്കറിൽ വെക്കുന്നുണ്ടാവും, അടുപ്പിലെ കലത്തിൽ വെക്കുന്നുണ്ടാവും. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അരി അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ 3 കാര്യങ്ങൾ നമ്മൾ ഓർഡറിലങ്ങ് ചെയ്താൽ മതി. അതായത് പച്ചക്കറിക്കോ അല്ലെങ്കിൽ ഉപ്പേരിക്കോ എന്തെങ്കിലും മുറിച്ചിടാനുണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് വയ്ക്കുക. തേങ്ങ ചിരകിയിട്ട് അരക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് വയ്ക്കുക. പിന്നെ ചിരകിയ തേങ്ങ മാത്രം യൂസ് ചെയ്യേണ്ടതുണ്ടാവില്ലേ,
അപ്പോൾ അത് കുറച്ച് മാറ്റി വയ്ക്കുക. തേങ്ങ ചിരകുന്ന സമയത്ത് തന്നെ പിന്നെ മീനൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് വയ്ക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടപ്പേന്നും പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഓരോന്നായിട്ട് അടുപ്പിച്ചിട്ട് അടുപ്പിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ തലേ ദിവസം മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പം 10-11 മണിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ മീൻകാരൻ മീൻ കൊണ്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മൾ മീൻ വാങ്ങിയിട്ട് കറിയൊക്കെ വെക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള വീടുകളും ഉണ്ടാവും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തിന് ഒരു മാറ്റവും ഇല്ലാതെ നമ്മുടെ പണികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നങ്ങ് റീഅറേഞ്ച് ചെയ്താൽ മതി. അതായത് ഈ ചോറും കറികളും, അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, രാത്രിയും ചോറ് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത്ര പുലർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് ചീത്തയാവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചോറ് വെക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പം ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കുന്നവരായതുകൊണ്ട് എനിക്കിത് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളവരാണെങ്കിലും നമുക്ക് രാവിലെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി, 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലേ, ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ്ങും നമ്മുടെ വാഷിങ്ങും കൂടെ ആ സമയത്ത് ചെയ്യുക. അങ്ങനെ നിങ്ങളൊന്ന് പണിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കൂ. അങ്ങനെ ചെയ്താലും ഈ പറഞ്ഞത് മാതിരി നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഡെയിലി നമുക്ക് 18 മണിക്കൂർ ഫ്രീ ടൈം ഉണ്ടാവും. 18 മണിക്കൂറിൽ 7 മണിക്കൂർ നമ്മുടെ ഉറക്കവും 11 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുന്ന ഫ്രീ ടൈമുമാണ്. ഇനി വെറുതെ ഇരുന്നിട്ട് ഫോണും നോക്കി നമ്മളിങ്ങനെ ചൊറിയും കുത്തിയിരിക്കുക എന്ന് പറയില്ലേ, ഭയങ്കര മടുപ്പായിരിക്കും കേട്ടോ. എന്തെന്നാ ഈ സമയം ഇത്രയും സമയം ഞാൻ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് ബോറടിക്കുന്നു, അങ്ങനത്തെ പ്രശ്നവും ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും ഇത് ഫോളോ ചെയ്യണ്ടേ. സാവധാനം വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ പണികളെല്ലാം എടുത്ത് തീർത്താൽ മതി. പക്ഷേ വെറുതെ ഇരിക്കാൻ കൊതിക്കാത്ത ആരാ ഉള്ളത്, അവരെന്തായാലും ഇത് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ആ ഒരു വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ നമുക്ക് ഉറങ്ങാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള ഒരു സമയമാണ് ആ 8 മണിക്കൂർ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ടവരാണെങ്കിൽ പഠിക്കാം, നമ്മുടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നമ്മുടെ ഹോബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഗാർഡനിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലാതെ രാത്രിയത്തെ 7 മണിക്കൂർ കൂടാതെ പകൽ 8 മണിക്കൂർ ഉറങ്ങി തീർക്കണം എന്നൊന്നുമല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പുലർച്ചെ എഴുന്നേറ്റാൽ മാത്രം മതി. രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ചോറായിട്ടുണ്ട്, ആ കുക്കർ തന്നെ തേച്ചൊന്നും കഴുകണ്ടല്ലോ, ചോറായി കഴിഞ്ഞാൽ വെറുതെ കഴുകിയാൽ മതി. ആ കുക്കർ തന്നെ ഞാൻ പച്ചക്കറിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഉപ്പേരിക്കൊക്കെ പച്ചക്കറിക്കൊക്കെ മുറിച്ചിട്ട് വെച്ചത് കൊണ്ട് ഇനി എല്ലാം ഇങ്ങനെ ഒന്നിനു വഴിയെ ഒന്നായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെക്കേണ്ട ഒരു പ്രശ്നമല്ല, ആവശ്യം മാത്രമേ ഉള്ളൂ. പച്ചക്കറി അവിടെ ആവുന്നുണ്ട്, ഇവിടെ ഉപ്പേരി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ അടുപ്പ് ഒഴിവുണ്ട്, അവിടെയും കയറ്റണം. കാരണം നമ്മൾ 2 കൈയും 1 മനസ്സും 3 അടുപ്പും, അതാണ് നമ്മുടെ കണക്ക്. അതായത് ആ ഒഴിഞ്ഞ അടുപ്പിൽ ഇനി എന്തെങ്കിലും വെക്കണമെങ്കിൽ എൻ്റെ ഈ കൈ ഒന്ന് ഒഴിയണം. ഇപ്പം നമ്മൾ പച്ചക്കറിക്കും ഉപ്പേരിക്കും എല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഞാൻ കുറച്ച് മീൻ എല്ലാം കൂടെ ഒരുമിച്ച് പെരക്കി വെച്ചിട്ട് കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കറികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇടുകയാണ്. പിന്നെ തേങ്ങ ഇന്നലെ അരക്കുമ്പോൾ ഇന്നത്തേക്കും കൂടെ കണക്കാക്കിക്കൊണ്ട് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ബാക്കി ഉപ്പേരിക്കൊക്കെ തേങ്ങ ആവശ്യമുള്ളത് കൊണ്ട്. പിന്നെ നമ്മളിപ്പം എപ്പോഴും ഗ്രൈൻഡറൊന്നും യൂസ് ചെയ്യാറുമില്ല, നമ്മുടെ മിക്സിയിലൊക്കെ അരക്കും. മിക്സിയിലാണെങ്കിൽ ഞാൻ തലേദിവസം അരച്ചൊന്നും വെക്കില്ല, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് അന്നേരം തന്നെ അരച്ചെടുക്കാമല്ലോ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ കുറച്ച് അധികം ഇട്ടിട്ട് ഇന്നത്തേക്കും കൂടെ കണക്കാക്കിയെന്ന് മാത്രം. പിന്നെ ഈ ഒരു വായു വട്ടമുള്ള കുപ്പിയില്ലേ, എൻ്റെ ഒരു പൊടികളും ഉപ്പും എല്ലാം ഇടുന്നത് ഇതുപോലെയുള്ള കുപ്പികളിലുള്ള ബോട്ടിൽ തന്നെയാണ്. ഈ വായു വട്ടമുള്ളത് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇതുപോലെ രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ ഓർത്തോർത്ത് ചെയ്ത് വെക്കണ്ടേ. അതുകൊണ്ട് ഇത് പൊട്ടിയാലും ഞാൻ ഇനി ഇതുപോലത്തെ സാധനങ്ങൾ മാത്രമേ വാങ്ങൂ. ഈ സ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്ക് 2-3 ട്രിപ്പ് ഇടുമ്പോൾ തന്നെ ഫില്ലാക്കുന്ന രീതിയിൽ പെട്ടെന്ന് നമ്മുടെ സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കടുകൊക്കെ ഇടുന്നത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പുളിയൊക്കെ ഇടുന്നത് നമ്മുടെ കുപ്പികളിലെ ബോട്ടിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ പണി എളുപ്പമാക്കാൻ വേറൊരു സാധനമാണ് നമ്മുടെ ചോപ്പർ. അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പലകയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടും. കട്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ ചോപ്പറിലിടും. ഇപ്പം പറഞ്ഞ് മീൻകറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കറികളെക്കുറിച്ച് ഞാൻ അധികം പറയാത്തത് ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. ഇതിപ്പം സാധാരണ മുളകിടലില്ലേ, അതിൽ കുറച്ച് അരച്ച തേങ്ങ ചേർക്കുക. വെറും മുളകിടുമ്പോൾ നമുക്ക് തികയില്ലല്ലോ, അപ്പോൾ ഇത്തിരി അരച്ച തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ല കട്ടിയും ഉണ്ടാകും. നമുക്കിതിപ്പോൾ ഉച്ചക്കേക്കും പറ്റുമെങ്കിൽ രാത്രിത്തേക്കും എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞ സാധനങ്ങളില്ല, അതെല്ലാം വെന്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പച്ചക്കറി ചേന കഷ്ണമായിട്ടത് ഉപ്പേരിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ കാമ്പ് എന്നാണ് പറയുക. വാഴയുടെ ട്യൂബ് പോലത്തെ, അതെന്താ പറയുക, കാമ്പ് തന്നെയല്ലേ, വാഴപ്പിണ്ടി എന്നാണ് തോന്നുന്നല്ലേ.
മീൻകറി വെക്കുമ്പോൾ മീൻകറി വെക്കുന്നവർക്ക് അറിയാലോ, ചെറിയ പാത്രത്തിലൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പം തിളച്ച് മറിഞ്ഞു പോകും, പിന്നെ ആ കറി ഒന്നിനും കൊള്ളില്ല. അപ്പം വലിയ ചട്ടിയിലൊക്കെ ഒന്നുകിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആറ്റി ആറ്റി ഇളക്കി കൊടുത്താലും മതി, കറി ഇങ്ങനെ തിളച്ച് മറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറച്ച് കറിയാണെങ്കിൽ ഞാൻ വലിയ ചട്ടിയിലങ്ങ് വെക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്, തേങ്ങയും ചിരകിയിട്ട് നേരത്തെ വെച്ചതുകൊണ്ട് അതും പണിയൊക്കെ കഴിഞ്ഞാണല്ലോ, അതും മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പം പച്ചക്കറിയിൽ നമുക്ക് തേങ്ങ ചേർക്കണം. അതിൻ്റെ ഇടയിൽ ഈ ഒഴിഞ്ഞ അടുപ്പില്ലേ, അതിലിപ്പം പുട്ട് ചുടാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ മൈൻഡിലിങ്ങനെ സെറ്റാക്കിയിട്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതെന്ന് ഇങ്ങനെ ഓർത്തോർത്ത് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് റെഡിയാവും. അതിങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ എന്നും പെരുമാറുന്ന ഒരു ഇടാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത്. പിന്നെ അന്നത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മാത്രം മതി. പിന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അങ്ങ് വെക്കാൻ തോന്നിയല്ലോ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടാണെങ്കിൽ എനിക്കൊരു സ്പീഡ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് കേൾക്കലും അല്ലെങ്കിൽ ന്യൂസ് കേൾക്കലൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത്. പച്ചക്കറിക്ക് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തൈരില്ലേ, തൈരും കൂടെ ചേർത്തിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലും ആക്കി. മീൻകറിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് അതും കൂടെ എടുത്ത് അതിലിട്ടിട്ട് നന്നും കൂടെ തിളച്ച് സെറ്റായതിന് ശേഷം അതും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അടുപ്പ് നമുക്ക് 2 അടുപ്പ് ഇപ്പോൾ ഒഴിവാണ്. ഇനിയിപ്പോൾ എനിക്ക് വെക്കാനുള്ളത് പുട്ടിൻ്റെ കറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അതേ കുക്കർ തന്നെ കഴുകിയിട്ട് കറി വെക്കാമെന്ന്. ഞാനിപ്പം ഈ കുക്കറിൽ തന്നെ ചോറ് വെച്ചു, പച്ചക്കറി വെച്ചു. ഇനിയിപ്പോൾ രാവിലത്തെ കറിയാണ് വെക്കുന്നത്. അതിപ്പം ചെറുപയറില്ലേ, ചെറുപയർ കഴുകിയിട്ട് ഇടുന്നതാണ് നിങ്ങൾ കണ്ടത്. അത് കാണിക്കാൻ മാത്രം ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ അത്രയേ വേണ്ടു, ഞങ്ങൾക്ക് രാവിലത്തേക്ക് മാത്രമല്ലേ, അപ്പോൾ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അതും കഴുകിയിട്ടു അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് അതും കൂടെ അങ്ങ് വെക്കുകയാണ്. ഇപ്പോൾ കുക്കറിൻ്റെ കാര്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണെന്നറിയാമോ, ഒരു കുക്കറിനെ യൂസ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കണേ, ഈ ഒരു വാൽവിൻ്റെ ഇടയിൽ ബ്ലോക്ക് എങ്ങാനും, അതായത് ചോറൊക്കെ വെക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കരട് കുടുങ്ങുകയാണെങ്കിൽ നമ്മൾ എയർ കൃത്യമായിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ എയറൊക്കെ കുക്കറിൽ തങ്ങിക്കിടന്നിട്ട് അപ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നൊക്കെ ന്യൂസൊക്കെ കാണാറില്ലേ. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഒന്ന് ഊതി നോക്കിയതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഊതുക മാത്രമല്ല കേട്ടോ, ആ ഹോളിൽ കൂടെ ഒന്ന് തുറന്ന് നോക്കും, വെറുതെ ഒന്ന് കണ്ണ് വെച്ചിട്ട് നോക്കും അപ്പുറത്തെ സൈഡ് കാണുന്നുണ്ടോ എന്നുള്ളത്. അത് എൻ്റെ ഒരു ശീലമാണ്, ഞാൻ അറിയാതെ ചെയ്തു പോകുന്ന കാര്യമാണ്. രാവിലത്തെ തിരക്കിൽ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഉപ്പേരി മാറിയതിന് ശേഷം അവിടെ പുട്ടായി. പിന്നെ ആ പച്ചക്കറിയുടെ ആ ഒരു കല്ലില്ലേ അടുപ്പ്, അവിടെ നമ്മൾ പച്ചക്കറി മാറ്റിയതിന് ശേഷം പൊരിക്കാനുള്ളത് അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം 2 അടുപ്പുള്ളവരാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ പണികളൊക്കെ തീർക്കാൻ പറ്റും. ഞാൻ മുന്നേ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഒന്നും ഉപയോഗിക്കാതെ 2 മാത്രം വെച്ചിട്ട് കാണിക്കുന്നത്. അതും ഈ പറഞ്ഞതിൻ്റെ ഒരു കാൽക്കുലേഷനും പിന്നെ ഒരു ചെറിയൊരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിലും ഇതേപോലെ പണി തീരും കേട്ടോ. പിന്നെ മീൻ പൊരിച്ചതിൻ്റെ കാര്യം, കല്ല് നന്നായിട്ട് ചൂടാക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണയും ചൂടാക്കിയതിന് ശേഷം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ മീൻ ഇങ്ങനെ കല്ലിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. എണ്ണ ചൂട് കുറഞ്ഞിട്ട് നമ്മൾ ഇടുമ്പോഴാണ് ഒട്ടിപ്പിടിക്കുക. പിന്നെ നന്നായിട്ട് മയക്കിയ ഒരു കല്ല് ആണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട. മയക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൊരിച്ച മീനൊക്കെ ചിലർക്ക് ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം വെന്തതിന് ശേഷം, അതായത് മുരിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിട്ടിടുക. എന്നിട്ട് നമ്മളിപ്പോൾ 1 മണിക്കാണ് ചോറ് കഴിക്കുന്നതെങ്കിൽ ഒരു 12:30-12:45 ആവുമ്പോൾ നമ്മൾ ഒരു ഭാഗമല്ലേ ഇപ്പം മുരിഞ്ഞിട്ടുണ്ടാവുക, ആ മുരിഞ്ഞ ഭാഗം നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെയും എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ മുരിയാത്ത ഭാഗമില്ലേ, ആ ഭാഗം ചൂടാവുമ്പോൾ തിരിച്ച് വെച്ച് നോക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ പൊരിച്ചത്, അതായത് മീൻ വറുത്തത് നല്ല ചൂടോടെ കിട്ടുകയും ചെയ്യും. പിന്നെ അത്ര സമയം ഉണ്ടാവില്ലല്ലോ, കാരണം ഇത് ഒരു പകുതി വേവ് നമ്മൾ കുക്കിംഗ് ആദ്യം കഴിഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടോടെ നമുക്ക് പറ്റും. അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ വീണ്ടും ചീൻചട്ടി, നമ്മുടെ ഉപ്പേരിയുടെ ചീൻചട്ടിയില്ലേ, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി, പച്ചക്കറിക്ക് വറവിടാനുണ്ട്, അത് ചേർത്തിട്ടുണ്ട്, വറവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ കറിയില്ലേ, അതിനും വറവിടണം. അത് കഴിഞ്ഞിട്ട് മീൻകറിക്ക് വറവിടാനുണ്ട്. അപ്പം ഈ വറവിങ് പരിപാടിയെല്ലാം അങ്ങ് ചെയ്യുവാണ്. പിന്നെ ഈ ഒരു ചീനിച്ചട്ടി രാവിലത്തെ തിരക്കിൽ ഞാനിതിങ്ങനെ ആ കൊടിലില്ലേ, അതുകൊണ്ട് അങ്ങ് എടുക്കാൻ നിൽക്കാറില്ല, കാരണം നല്ല കനമുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് വീണ് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സ്റ്റൗവൊക്കെ ഗ്ലാസ്സാണ്, പൊട്ടുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഈ വറവിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഞാനിടും, അല്ലെങ്കിൽ ഈ ചീനിച്ചട്ടി ഒഴിവാക്കിയിട്ട് നമ്മൾ പിടിയുള്ള ചീനിച്ചട്ടിയില്ലേ, അതെടുത്തിട്ട് വറവിടും. ഇതിപ്പോൾ ഞാൻ അതിനായിട്ട് അത് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടുള്ള ഈ ഒരു ചീനിച്ചട്ടി തന്നെ വറവും കൂടെ ഇടുക. നമ്മുടെ പുട്ടിൻ്റെ ചെറുപയർ കറിയില്ലേ, അതിൽ നമ്മൾ വറുത്തിടുന്ന സമയത്ത് ചെറിയുള്ളി ഇല്ലേ, കൊച്ചുള്ളി,
അതും കൂടെ ആ ഒരു ഒന്ന് മൂപ്പിച്ചിട്ട് ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ആ വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. നമ്മൾ പരിപ്പ് കറിക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ. അപ്പോൾ ഞാനിത് കടുകും വറ്റൽമുളകും ചെറിയുള്ളിയാണ് നമ്മുടെ ചെറുപയർ കറിയില്ലേ അതിൽ ചെയ്യുന്നത്. പിന്നെ ചെറുപയർ കറി വെക്കുമ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കുന്ന സമയത്തില്ലേ ഒരുപാട് തിളപ്പിക്കുക. അതായത് നമ്മൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടാണല്ലോ നമ്മൾ അരപ്പ് ചേർക്കുക, തേങ്ങ ചേർക്കുക. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫ് ചെയ്ത് നോക്കുക കേട്ടോ. അതായിരിക്കും ചെറുപയറിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പയർ കറി എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ എപ്പോഴും മുഖം ചുളിക്കും, കാരണം നമ്മൾ എന്നും അധികം ഉണ്ടാക്കുന്ന സാധനമാകുന്നതുകൊണ്ട്. പക്ഷേ ഇത് തേങ്ങ ഇങ്ങനെ അധികം മൂക്കാതെ, അതായത് അരച്ച തേങ്ങയാണ്, തിളപ്പിക്കാതെ നിങ്ങൾ എടുത്ത് നോക്കുക. അത് നല്ല വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇടുന്നത് നന്നായിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു പോയി. പറഞ്ഞ രീതി ചെയ്യുകയാണെങ്കിൽ തേങ്ങ ചൂടാവണേ, അരപ്പ് ചേർത്തിട്ട് ചൂടാവണം, അധികം തിളപ്പിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താ ഒരു പപ്പടം കാച്ചുന്ന പണിയും മാത്രമേ ഉള്ളൂ. അതും ആ ഒരു ചീൻചട്ടി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുപ്പിയുടെ ബോട്ടിൽ അതിലൊന്ന് തന്നെയാണ് ഇതും വായുവട്ടം മാക്സിമം നോക്കിയതാണ്. പക്ഷേ നമുക്ക് ആ ഒരു നേരത്തെ കല്ലുപ്പൊക്കെ ഇട്ടതുപോലെയുള്ള അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കുറച്ച് അതിനേക്കാളും ഒരു ഒതുങ്ങിയ ടൈപ്പിലുള്ള ഒരു വായുവട്ടമുള്ള ആ ഒരു ബോട്ടിൽ തന്നെയാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം റീഫിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇതിൽ നിന്ന് മറ്റേലേക്ക് ഒഴിക്കാൻ അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടാവുമല്ലോ നമ്മൾ എന്നും ഉപയോഗിക്കാനുള്ളത്, വെളിച്ചെണ്ണ കുപ്പിയൊക്കെ. അതും കുറച്ച് വലിപ്പം കൂടുതലാണ് ഒഴിക്കുന്ന ഭാഗത്ത്. അപ്പോൾ പപ്പടവും കൂടെ പറഞ്ഞതാ പപ്പടവും കൂടെ കാച്ചുന്നുണ്ട്. ഇതിപ്പോൾ പപ്പടം ഇപ്പം കാച്ചുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പുട്ടിനും എടുക്കാം, പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊരു പണിയൊന്നും ഇല്ലല്ലോ. ആ പണിയും കൂടെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കുക്കിംഗ് മുഴുവനായിട്ടുണ്ട്. ഈ കുഞ്ഞടുക്കള സ്ഥിരമായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്, അവർക്ക് അറിയാം, അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ മെയിനായിട്ട് നമ്മുടെ അടുക്കളയിൽ സാധാരണഗതിയിൽ എല്ലാ വീട്ടിലുള്ളതുപോലെ തന്നെ മൺചട്ടികളും ഇതുപോലെ തന്നെ ഇരുമ്പ് പാത്രവും സ്റ്റീലിൻ്റെ പാത്രങ്ങളും ആയിരിക്കും കൂടുതലുണ്ടാവുക. ബോട്ടിലാണെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ കുപ്പികളുടെ ബോട്ടിലാണ്. സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഇന്നുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഗ്രാനൈറ്റിൻ്റെ കുക്ക് വെയറൊന്നും ഞാൻ ഇതുവരെ വാങ്ങിയിട്ട് പോലും ഇല്ല. അതൊക്കെ നല്ല പൈസയാണ്. എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങും, ഒന്നെങ്കിലും വാങ്ങി ഉപയോഗിക്കും. കാരണം എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല. ഗ്രാനൈറ്റിൻ്റെ ബിരിയാണി പോട്ട് വാങ്ങണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്, അവിടെ നിൽക്കട്ടെ അല്ലേ. പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ക്ലീനിങ് ആണ്. ആ ഭാഗങ്ങളൊക്കെ അങ്ങ് ഒതുക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇടുന്ന ബോട്ടിലുണ്ടാവില്ലേ, എപ്പോഴും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഷെൽഫിലേക്ക് വെക്കുമ്പോൾ എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് അതങ്ങ് തുടക്കുക. അതിനായിട്ട് നമ്മൾ ഒരു ക്ലോത്ത് മാറ്റി വയ്ക്കുക. തുടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ആ ഒരു ബോട്ടിലൊക്കെ നല്ല നീറ്റായിരിക്കും. നമ്മൾ അത്യാവശ്യം തിരക്കൊക്കെ വരുമ്പോഴേ നനഞ്ഞ കൈ കൊണ്ടായിരിക്കും നമ്മൾ വെക്കുകയൊക്കെ ചെയ്യുക. അപ്പോഴാണ് മുളക് പൊടീൻ്റെ അംശമൊക്കെ ചേർന്നിട്ട് അവിടെ ഇങ്ങനെ കട്ടക്കട്ടായിട്ട് വൃത്തികേടായിരിക്കുക. അപ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴും വെക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ രാവിലത്തെ ബാച്ചിൽ തന്നെ എൻ്റെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ രാത്രി എന്തെങ്കിലും കറികളൊന്നും വേണ്ടി വരില്ല, കാരണം ഇതൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പം ഇനിയിപ്പം വേറൊന്നും ഉണ്ടാക്കാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തുടച്ചവിടെ വെച്ചു. ഇനി നാളെ മാത്രമല്ലേ ഉപയോഗിക്കണ്ടു. ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇടുന്ന പാത്രം തുടച്ച് വെക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീൻവറുത്തത് ഇപ്പുറത്തെ സൈഡും കൂടെ ഇനി ആവാനുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മാത്രമാണ് അപ്പുറത്തെ ഭാഗം അങ്ങ് സെറ്റാക്കുള്ളൂ. പിന്നെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ്, നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പില്ലേ, അത് ഗ്ലാസ് ആണെങ്കിൽ ചൂടോടെ ഒരിക്കലും തുടക്കരുത്. കാരണം എനിക്ക് ആ ഷോപ്പിൽ നിന്ന് മുന്നേ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് അതേപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കും. പക്ഷേ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് തുടക്കില്ല. അത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ വൃത്തിയാക്കൂ. പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് മറന്നു പോകണ്ട, 5 മണിക്ക് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് അടുക്കളയിൽ വരിക. എന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പണി, അതായത് ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കിങ്ങും അടുക്കളയിലുള്ള പാത്രം കഴുകലും സ്റ്റാൻഡ് വൃത്തിയാക്കലും എല്ലാം കഴിയും കേട്ടോ. അത് എത്ര കുഞ്ഞു വീടാണെങ്കിലും എത്ര മെമ്പേഴ്സ് കുറവാണെങ്കിലും കുറേ ആൾക്കാരുണ്ടെങ്കിലും കഴിയും. കാരണം കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പിന് കട്ട് ചെയ്യാനും അങ്ങനെ ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്കിപ്പം ഞങ്ങൾ 3 പേരാണ്, കുറച്ചേ കുക്ക് ചെയ്യേണ്ടു. പക്ഷേ എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലേ. അപ്പം എന്തിനും അതിൻ്റേതായിട്ടുള്ള 2 കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പേരിക്ക് കുറേ മുറിച്ചിടണമല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം അപ്പം മുറിച്ചിടാൻ ഒരാൾ സഹായത്തിനുണ്ടാവും. അപ്പം എല്ലാം ബാലൻസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക്, അതായത് എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ഒരു മോട്ടിവേഷനായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. കാരണം നമ്മളല്ലേ ഫ്രീ ആവുന്നത്. 7 മണിക്കൂർ രാത്രിയത്തെ ഉറക്കം കഴിഞ്ഞ് പകലിപ്പോൾ ഞാനിപ്പം 8 മണിയാകുമ്പോൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ പണി തീരുന്നില്ലേ. നമുക്കിനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഓർമ്മിക്കണേ, ഫോണും കൊണ്ട് ഇരുന്നിട്ട് നമ്മൾ ഈ ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളറിയാതെ അങ്ങ് സമയം പോവും. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കേണ്ടത് ചിലപ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ ഫോൺ സ്ക്രോൾ ചെയ്തിട്ട് പോകും.
അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ നോക്കണ്ട, മാക്സിമം നോക്കിയാൽ തന്നെ 10 മിനിറ്റ്, എന്നിട്ട് നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പണി എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാലോ. ചിലപ്പം അന്നത്തെ ദിവസം നമ്മൾ അടിച്ചു വാരുക മാത്രമേ ഉണ്ടാവും, എല്ലാ ദിവസവും ഒന്നും തുടക്കില്ലല്ലോ. നമുക്ക് അലക്കാനുണ്ടാവും. അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അലക്കാനുള്ള തുണി മെഷീനിലിട്ടതിന് ശേഷം അടിച്ചു വാരാൻ ഇറങ്ങുക. അപ്പോൾ അടിച്ചു വാരി കഴിയുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് നമ്മൾ അലക്കി കഴിയുമല്ലോ. അവിടെയും നമുക്ക് അങ്ങനെ ഒന്ന് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം എനിക്ക് നാളെ പയറിൻ്റെ ഉപ്പേരി, അപ്പോൾ പയർ വെള്ളത്തിലിട്ടിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ നേരത്തിന് തോന്നുമ്പോഴേ ഞാനത് ഇനിയിപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്ന സമയത്ത് മാത്രം എപ്പോഴെങ്കിലും വന്നിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുക, എൻ്റെ മൂഡ് പോലെ. കാരണം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ അലക്കാൻ ഇത്തിരി ഉണ്ട്, ഒരു ബാച്ചും ഇടാൻ മാത്രമേ ഉള്ളൂ, അടിച്ചു വാരാനുണ്ട്. ഞാനിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് ആ പണികളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കഴിയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 മണി മുതൽ 11 മണി വരെ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു 6 മണിക്കൂറൊന്നും വേണ്ട ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് എക്സ്ട്രാ കൂട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർക്ക് വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കേണ്ടിയുണ്ടാവും, ചപ്പാത്തി ഇടാനുണ്ടാവും. എങ്ങനെ വന്നാലും ഒരു ദിവസത്തെ മൊത്തം നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഒരു 6-6.5 മണിക്കൂർ മാത്രമേ ഉണ്ടാവും. ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും 8 മണിക്കൂറൊക്കെ വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് കൂടുതൽ റെസ്റ്റ് എടുക്കുന്നതെന്നാണ് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നുക. ഈ ഒരു സിസ്റ്റത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്